ആത്മകഥാ പ്രസിദ്ധീകരണത്തിന് ഇ.പി. ജയരാജനുമായി കരാറില്ലെന്ന ഡി.സി. ബുക്സ്. യാതൊരു കരാറും ഉണ്ടായിരുന്നില്ലെന്നും ഇ.പിയുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും രവി ഡി.സി. കോട്ടയം ഡിവൈഎസ്പിക്ക് മൊഴി നൽകി. രവി അന്വേഷണ റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറും. രാകേഷ് M.M. അർജുൻ കല്യാണം ചേരും വിശദാംശങ്ങളുമായി. ആദ്യം രാകേഷിലേക്ക്. രാകേഷ്, എന്തായാലും ഇ.പി. ജയരാജുമായി യാതൊരു കരാറും ആത്മകഥാ പ്രസിദ്ധീകരണവുമായി ഇല്ല എന്നുള്ളൊരു വിശദീകരണം തന്നെയാണ് ഡി.സി. ബുക്സും ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആര്യ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഡി.സി. ബുക്സിലെ ജീവനക്കാരുടെ മൊഴി ഡിവൈഎസ്പി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇ.പി. ജയരാജനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ആത്മകഥയുമായി ബന്ധപ്പെട്ട് താൻ യാതൊരു തരത്തിലുള്ള കരാറിലും ഏർപ്പെട്ടിരുന്നില്ല, ഇത് തന്നെ അപമാനിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പുറത്തുവിട്ട ആത്മകഥയാണ് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇ.പി. ജയരാജൻ്റെ പരാതി. ഇതിനകത്ത് ഏകദേശം 10 ദിവസം പിന്നിടുമ്പോഴാണ് ഡി.സി. രവിയോട് നിരവധി തവണ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അദ്ദേഹം സ്ഥലത്തില്ല എന്നതുൾപ്പെടെയുള്ള അവധി കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഡിവൈഎസ്പി ഓഫീസിലെത്തി ഇ.പി. ജയരാജന് അനുകൂലമായി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിക്കകത്ത് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആശയവിനിമയം മാത്രമായിരുന്നു നടത്തിയിരുന്നത്, എന്നാൽ കരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുള്ളത്. ഈ മൊഴി ഇപ്പോൾ DGPക്ക് കൈമാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ആര്യ.